ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം 2026 വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക, വിച്ച് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ റാങ്ക്. സീരിയസ്ലി ഞാൻ പറയാം, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, സോ ദ വെരി ഫസ്റ്റ് തിങ് ഈസ് റിവിഷൻ. നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർ എന്ന് വെച്ചാൽ പക്കയായിട്ട് ആ നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്യാം. അതും എപ്പോൾ? എവറി ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു ഫിസിക്സിൽ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചതിന് ശേഷം ഞാൻ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതുപോലെ തന്നെ ഫോർമുലാസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ തന്നെ ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഓരോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ അതിനെ റിവൈസ് ചെയ്യാണ്. ഇന്ന് പഠിച്ചു, ഇന്ന് കിടക്കുന്നതിന് മുന്നേ ഞാനത് റിവൈസ് ചെയ്തു. അടുത്ത ദിവസം ഞാനത് എന്ത് ചെയ്തു? വീണ്ടും റിവൈസ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തു. ആൻഡ് വീക്കെൻഡിൽ ഞാൻ അതിനെ റിവൈസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യണത്? റിവൈസും കൂടിയും ചെയ്തു പോവാണ്. റൈറ്റ്? അപ്പോൾ ഞാൻ അടുത്ത ദിവസം വേറെ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് റിവൈസ് ചെയ്യും? ഈ കഴിഞ്ഞ ദിവസം പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സ് റിവൈസ് ചെയ്യും. അപ്പോൾ അതിലെ കൺസെപ്റ്റ് എനിക്ക് കത്തും, ഇതായിട്ട് കണക്റ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും റിവൈസ് ചെയ്യാനും. ഓക്കെ, സോ ഇത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം പറ്റുമോ അത്രയും നിങ്ങൾ സോൾവ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, 2019 മുതൽ 25 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒരു 2 തവണ മിനിമമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് ചെയ്ത് തന്നെ സോൾവ് ചെയ്തിട്ട് വേണം കീമിന്റെ എക്സാം എഴുതാൻ പോകാൻ. കാരണം കീമിന്റെ എക്സാം ജെയുടെ ലെവൽ പോലെ അത്ര ടഫ് ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, ആൻഡ് അവർക്ക് പുതിയതായിട്ട് ഇട്ട് ചോദിക്കാനൊന്നുമില്ല. 2019 എന്തായിരുന്നു സിലബസ്, ഇന്നും അത് തന്നെയാണ് സിലബസ്. ഞാൻ എഴുതിയപ്പോഴും നിങ്ങൾ എഴുതിയപ്പോഴും എന്നെക്കാളും മുന്നേ ഉള്ളവരെ എഴുതിയപ്പോഴും സെയിം സിലബസ് ആണ്. സോ ഡെഫിനറ്റ്ലി ദ ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രെയിംഡ് ഓൺ ദ പാറ്റേൺ ദാറ്റ് ഈസ് ആസ്ക്ഡ് ബിറ്റ്വീൻ 2019 ആൻഡ് 2025. അതിൻ്റെ ഇടയിലുള്ള എവിടെ നിന്നെങ്കിലും ആയിരിക്കും. സോ ബി കോൺഫിഡൻറ്റ് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പക്കയായിട്ട് പഠിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾ 2 തവണയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്ത ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ലൈക്ക് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു കം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു സംതിങ്. ഓക്കെ, സോ കീപ് 2 തിങ്സ് ഇൻ മൈൻഡ്. വൺ ഈസ് പ്രോപ്പർ റിവിഷൻ. ഇന്ന് റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കി ഇന്ന് ഞാൻ ഇത് റിവൈസ് ചെയ്തു, ഇനി എക്സാമിന് അത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കൂല. യു ഹാവ് ടു ഡു ദാറ്റ് റെഗുലർലി, ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. സോ എല്ലാം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് റിവൈസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്താണ് പ്രാക്ടീസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വെരി മസ്റ്റ്. ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക. അതൊരു ബെസ്റ്റ് സോഴ്സ് ആണ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾക്ക് വേറെ ലൈക്ക് ജെഇ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. കീമിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടും. ഓക്കെ, ഈ അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണം, എന്ത് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്ന് ഏത് ബുക്സ് ഫോളോ ചെയ്യണമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു വർഷത്തെ ഗ്യാപ്പ് അല്ല, ജസ്റ്റ് 20 to 30 ഡേയ്സിന്റെ ഒരു ഗ്യാപ്പ് ഉള്ളൂ. ഓക്കെ, ലെസ് ദാൻ 30 ഡേയ്സേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുസ്തകം ഇരുന്ന് വായിക്കാനുള്ള സമയമില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ നോട്ട്സ് ഉണ്ടാവും, ചാപ്റ്ററിന്റെ നോട്ട്സ് ഉണ്ടാവും. അത് എവിടെയെങ്കിലും ഓൺലൈൻ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, ഓൺലൈൻ പോയി കഴിഞ്ഞാൽ കുറേ കിട്ടും നിങ്ങൾക്ക്. ഈ സെരൽ, വേദാന്തു, ബൈജൂസ്, അങ്ങനെ കുറേ ആൾക്കാരുടെ, അല്ലെങ്കിൽ അലൻ, ആകാശ്, അവരുടെയൊക്കെ കുറേ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ക്ലാസ് നോട്ട്സ് ആയിട്ട് കിട്ടും, നിങ്ങൾക്ക് ചാപ്റ്റർ നോട്ട്സ് ആയിട്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഫ്രം സ്ക്രാച്ച് അല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ +1 +2 എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. റൈറ്റ്? എന്തെങ്കിലും എത്ര ഉഴപ്പിയാലും നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടോ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നിങ്ങൾ ഈ ഷീറ്റ്സ് എടുക്കുക. ഷീറ്റ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ചാപ്റ്റർ നോട്ട്സ്, ക്ലാസ് നോട്ട്സ് എടുത്തിട്ട് അത് വായിക്കാൻ തുടങ്ങുക. ഓക്കെ, കാരണം അതിൽ ഇച്ചിരി കൂടി പ്രിസൈസ് ഇൻഫർമേഷൻസ് ആയിരിക്കും, പിന്നെ അത് കുറവായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ തിയറി നിങ്ങളുടെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ കാരണം ഞാൻ ഫ്രം സ്ക്രാച്ച് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, പക്ഷെ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇനി ബുക്സ് വേണം, നിർബന്ധമാണെങ്കിൽ ലൈബ്രറി പോയിട്ട് എടുക്കാമെന്ന് മൈൻഡുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ലൈക്ക് 1-2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് ബുക്സിന്റെ പിന്നാലെ പോണേക്കാളും നല്ലത് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ സാധനമായി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നാട്ടിലുണ്ട്, അത് ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഓക്കെ, സോ കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേരളത്തിൽ അധികം ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല. അധികമൊന്നുമില്ല, കുറെ ഭയങ്കര റെയർ ആയിട്ടായിരുന്നു, 1-2 പേര് ആൾക്കാർ. ഓക്കെ, സോ ഞാൻ നോർത്തിലെ വീഡിയോസ് കണ്ടാണ് പഠിച്ചിരുന്നത്. സോ അത് കാരണമാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സിനെ എന്തായാലും യൂട്യൂബിൽ കിട്ടും.
സോ അവരുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ കുറേ വേറെ ഇഷ്യൂസും ഉണ്ട് അതിൻ്റെ കൂടെ. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒമിറ്റ് ഔട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, സോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് വേണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ചന്ദ് പബ്ലിക്കേഷൻസിൻ്റെ ആയിരിക്കും. ഓക്കെ, ഈ എസ് ചന്ദ് പബ്ലിക്കേഷൻസിൽ ഫിസിക്സിനും കെമിസ്ട്രിയുടെയും ബുക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അത് പ്രോപ്പറായിട്ട് ഇരുന്ന് ലൈൻ ടു ലൈൻ വായിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം സമയമില്ല അതിന്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ്, ഇത്രയും ദിവസത്തിൽ ഇനി നിങ്ങൾ ക്ലാസ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് വായിച്ച് മനസ്സിലാക്കുക, യൂട്യൂബ് വീഡിയോസ് കാണുക, മനസ്സിലാക്കുക, ടോപ്പിക്സ് മനസ്സിലായില്ല അത് മനസ്സിലാക്കി എടുക്കുക, ആൻഡ് ഡു ദ പ്രോബ്ലംസ്. മനസ്സിലായോ? ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി റിപ്പീറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്ലോട്ടായിട്ട് ഒരു ദിവസത്തിന് സ്പ്ലിറ്റ് ചെയ്യാം. മോർണിംഗ് സ്ലോട്ട്, ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്. ഓക്കെ, ഈ മോർണിംഗ് സ്ലോട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ മാത്സ് എടുക്കുക. എനിക്ക് മാത്സ് ഇച്ചിരി ടഫായിരുന്നു, അപ്പോൾ ഞാൻ മാത്സ് എടുത്തു. ഓക്കെ, സബ്ജക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുക. ഓക്കെ, ചാപ്റ്റർ ഏതൊക്കെ എടുക്കണം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. മാത്സും ഫിസിക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്കോറിംഗ്, ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിനെ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് ആദ്യം തീർക്കുക. ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റർ ഏറ്റവും ആദ്യം എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് തീർക്കുക. മാത്സിന് വേണ്ടിയിട്ട് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അധികം നേരം നിങ്ങൾ തിയറിയോ ഫോർമുലാസോ ഇരിക്കരുത്. ഫോർമുലാസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കയറും, അത് ഉറപ്പാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മാത്സിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബുക്കും പേപ്പറിൽ നിങ്ങൾ നല്ല രീതിക്ക് ഫോർമുലാസ് എഴുതി വെക്കാം. എന്നിട്ട് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകും. ഓക്കെ, മാത്സിന് വേണ്ടിയിട്ട്. ഫിസിക്സ് അടുത്ത സ്ലോട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അത് എടുക്കുക ആഫ്റ്റർനൂണിൽ. ഓക്കെ, കാരണം ഞാൻ ഉറക്കം വരുന്ന സമയമാണത്. നന്നായിട്ട് ചോറ് കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. അപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സ് എടുത്തു. ഫിസിക്സ് എടുത്തിട്ട് ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഞാൻ എടുത്തു. ഞാൻ അതിൻ്റെ ക്ലാസ് നോട്ട്സ് കോച്ചിങ്ങിൽ ഞാനിങ്ങനെ വായിക്കുന്നു. ലൈക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ഞാൻ ഇതിങ്ങനെ വായിച്ച് ലാസ്റ്റ് ഞാൻ ഓക്കെ ഇതിൻ്റെ ഒരു റിവിഷൻ നോട്ട് ഉണ്ടാക്കും. ഓക്കെ, കാരണം റിവിഷൻ നോട്ട് ഇമ്പോർട്ടൻ്റ്. റിവിഷൻ നോട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, എന്തായാലും ഒരു സംഭവം അറ്റായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണം. അത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിരിക്കണം. ഓക്കെ, ഓൾറെഡി ഉണ്ടാക്കിയ ഒരു റിവിഷൻ നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇരുന്ന് ഉണ്ടാക്കാം. ഓക്കെ, അധികം സമയമൊന്നും വേണ്ട, അതിന് ഭംഗിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നെങ്കിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ക്ലാസ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഇത് ഹൈലൈറ്റ് ചെയ്തെടുക്കാം, കഴിയും. സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിങ്ങൾ തീർക്കാൻ നോക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈവനിങ്ങിൽ നിങ്ങളൊരു ചാപ്റ്റർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കുക ആൻഡ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ഇന്നൊരു ദിവസം നിങ്ങൾ പഠിച്ച A to Z മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം റിവൈസ് ചെയ്യാം. റിവിഷൻ നോട്ട്സ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ഇനി ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവുമല്ലോ, അവിടെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് റൗണ്ട് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്യുക. ഫോർമുലാസ് പക്കയായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ റിപ്പീറ്റേഴ്സിൻ്റെ അടുത്തൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല. യു ഹാവ് ടു പ്രിപ്പയർ ഫോർ അതർ എക്സാംസ് ഓൾസോ. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്യാം. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഓക്കെ, കാരണം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം. യു ആർ ഇൻവെസ്റ്റിംഗ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, ഇച്ചിരി കഷ്ടപ്പെടണം, എന്നാലേ നമുക്കതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതിന് ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ, എനിക്കോ വേറൊരാൾക്കല്ല കിട്ടുക. ഇറ്റ്സ് ഗോയിങ് ഫോർ യു ഓൺലി, റൈറ്റ്? സോ യു ഹാവ് ടു പ്രിപ്പയർ. പഠിച്ച് നല്ലൊരു റാങ്ക് കിട്ടി, നല്ലൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി ലിറ്റിൽ ഈസിയർ. സുഖമാണെന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ് വിൽ ബി ലിറ്റിൽ ഈസിയർ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോയി ചോദിക്കാവുന്നതാണ്. എവിടെ നിന്ന് പഠിക്കണം, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം, എങ്ങനെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടിൽ ദെൻ, ബൈ.